Hi students, how are you? I hope you are fine and safe. Okay. What is our topic? A road to history. What about we learn about in our previous classes? Details of our school, history of our school, historical remains, historic period and prehistoric period, museum. ഓക്കെ അങ്ങനെ അതെല്ലാം പഠിച്ചു അല്ലേ. ദെൻ നെക്സ്റ്റ് പാർട്ട് റെക്കണിങ് ടൈം, സമയം കണക്കാക്കൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വെൻ ഡിഡ് ഇന്ത്യ അറ്റൈൻ ഇൻഡിപെൻഡൻസ്? When did India attain independence? Yes, it was in 1947. As you know. Then next question. When the formation of the state of Kerala? When the formation of the state of Kerala? It was in 1956 November 1. That is known as Kerala Piravi. അല്ലേ? എന്നാണ് നമ്മളുടെ കേരളത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്? കേരള സ്റ്റേറ്റ് രൂപം കണ്ട ദിവസമാണ് 1956 November 1. അന്ന് നമ്മൾ കേരള പിറവിയായിട്ട് ആഘോഷിക്കും. നെക്സ്റ്റ്, ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോംഡ്? ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കേരള സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്? ഇൻഡിപെൻഡൻസ് ഡേ 1947 കേരള സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് 1956. അപ്പോൾ 1947 to 1956 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കേരള സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്? യെസ്, 9 years, 9 വർഷം അല്ലേ. Then next, when ഗാന്ധിജി led the സാൾട്ട് സത്യാഗ്രഹ? എന്നാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സാൾട്ട് സത്യാഗ്രഹ രൂപം കൊണ്ടത്? അതിനു മുമ്പ് സാൾട്ട് സത്യാഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? അത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. കേട്ടിട്ടുണ്ടോ അല്ലേ? 2, 3, 4 SS അതില്ല. ഞാൻ പറഞ്ഞുതരാം എന്താണ് സാൾട്ട് ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു സമരമാണ് സാൾട്ട് സത്യാഗ്രഹം. അത് നടന്നത് എന്നാന്നാ ചോദിക്കുന്നത്? 1930 കേട്ടോ. 1930 March 12. എന്തായിരുന്നു ആ സമരം? അതായത് ഇന്ത്യൻസിന് ഉപ്പുണ്ടാക്കാനുള്ള അവകാശം വേണം. അതിന്മേലുള്ള നികുതി ടാക്സ് ഒഴിവാക്കും വേണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു സമരമായിരുന്നു എന്ത്? സാൾട്ട് സത്യാഗ്രഹം. അത് എന്നാണ് നടന്നത്? 1930 March 12. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് വാസ് ദ സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ്? സാൾട്ട് സത്യാഗ്രഹം നടന്നത് ഇൻഡിപെൻഡൻസിന് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. സാൾട്ട് സത്യാഗ്രഹം 1930 ഇൻഡിപെൻഡൻസ് ഡേ 1947. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സാൾട്ട് സത്യാഗ്രഹം നടന്നത്? യെസ്, 17 years, 17 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ. ദെൻ ഹിയർ chronology is measured based on the year of Indian independence. കാലഗണന കണക്കാക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കണക്കാക്കിയിട്ടാണ്. അതായത് ഈ കാലഗണനത്തിന് ചരിത്രത്തിൽ കാലത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇന്ന സമയത്തിന് മുമ്പ് ഇന്ന സമയത്തിന് ശേഷമാണ് അത് നടന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. BC ആൻഡ് AD. അതായത് BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്റ്റ്, AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ക്രിസ്റ്റ്. അതായത്
അന്നോ ഡൊമിനി. ആഫ്റ്റർ ക്രിസ്റ്റ് അല്ല, അന്നോ ഡൊമിനി. അതെന്താന്നുള്ളത് പറയാം കേട്ടോ. ദെൻ ടുഡേ ദ ക്രിസ്ത്യൻ എറ ഈസ് കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് എല്ലായിടത്തും ക്രോണോളജി സ്കെയിൽ കോമൺ സ്കെയിൽ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യൻ എറ, അതാണ് നമ്മുടെ കോമൺ സ്കെയിൽ. ലോകത്ത് എല്ലായിടത്തും കണക്കാക്കുന്നത് ക്രിസ്ത്യൻ CE അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ദ പീരീഡ് ഇൻ ഹിസ്റ്ററി ഡിവൈഡഡ് ഇൻ ടു AD ആൻഡ് BC ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ്. ജീസസ് ക്രിസ്റ്റിൻ്റെ ബർത്തിനെ അടിസ്ഥാനമാക്കിയാണ് AD ആയിട്ടും BC ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നത്. അതായത് AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്റ്റ്, ക്രിസ്റ്റിന് മുമ്പ്, ജീസസ് ക്രിസ്റ്റിന് മുമ്പുള്ള കാലഘട്ടങ്ങളാണ് BC എന്നും, അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ജീസസ് ക്രിസ്റ്റ് ജനിച്ച വർഷം മുതലുള്ള, അതായത് നമ്മുടെ ഈ കാലഘട്ടമൊക്കെ ADയിൽ ഉൾപ്പെടും. നോക്കൂ, എന്താണ് AD എന്ന് പറയുന്നത്? ഈ കോളത്തിൽ നോക്ക്, അന്നോ ഡൊമിനി. ദിസ് ലാറ്റിൻ വേർഡ് മീൻ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് ദൈവത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. അതായത് AD 1 എന്ന് പറയുന്നത്, താഴെ ഗ്രാഫ് കണ്ടോ നിങ്ങൾ? AD 1ഉം AD BC 1 മുതലുള്ള കണ്ടോ? അപ്പോൾ ആ AD 1ലാണ് ജീസസ് ക്രിസ്റ്റ് ജനിച്ചത്. അപ്പോൾ അതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലങ്ങളെല്ലാം AD ആണ്. ഈ ADക്ക് മുമ്പ്, അതായത് ബിഫോർ ക്രിസ്റ്റിന് മുമ്പുള്ള ഈ കാലഘട്ടമൊക്കെ എന്താണ്? BC ആണ്. The time before and after the birth of Jesus Christ is known as BC or before Christ and AD, Anno Domini respectively. Now they are also known as CE, Common Era എന്നും പറയും കേട്ടോ. AD CE, Common Era എന്നും പറയും. and BC, Before Common Era, രണ്ട് പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ, കോമൺ എറ എന്നും BCE, ബിഫോർ കോമൺ എറ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ താഴെ ഈ ഗ്രാഫ് നോക്ക് നിങ്ങൾ. BC ഗ്രാഫ് ഇങ്ങോട്ടുണ്ട്, AD ഗ്രാഫ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ AD നോക്ക് 1 മുതൽ 100, 200, 30, 500 അങ്ങനെ പോകുന്നു. നമ്മുടെ 2020 വരെ ഒന്ന് വരച്ച് നോക്ക് നിങ്ങൾ, എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അത്രയും കാലഘട്ടത്തെ AD എന്ന് പറയുന്നത്, അതായത് ഈ 1ൽ നിന്നാണ് നമ്മുടെ ജീസസ് ക്രിസ്റ്റിൻ്റെ ബർത്ത്. അതിന് ശേഷമുള്ള ഈ കാലഘട്ടം ഉള്ള AD ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി താഴോട്ട് BC 1 മുതൽ, അതായത് ബിഫോർ ക്രിസ്റ്റിൻ്റെ ജനനത്തിന് മുന്നേ ഉള്ള കാലഘട്ടം, അതായത് 100, ഇങ്ങോട്ട് താഴെ മൈനസ് ആയിട്ടാണ് പോകുന്നത്. 100, 200, 300 അങ്ങനെ താഴോട്ട് മൈനസ് ആയിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ഭാഗത്ത് കൂടുതൽ പറയുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കലണ്ടർ യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, we can go over next topic, how we learn set the calendar. What are the different eras mentioned in the calendar? Write them down. വ്യത്യസ്ത ഇറാസ് സൂചിപ്പിക്കുന്ന കലണ്ടറുകൾ, വ്യത്യസ്ത വർഷങ്ങൾ സൂചിപ്പിക്കുന്ന കലണ്ടറുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ വീട്ടിലുണ്ടാവുമല്ലോ കലണ്ടറുകളൊക്കെ, ഒന്നെടുത്ത് നോക്കിയേ. അതിൻ്റെ ഓരോ സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ക്രിസ്ത്യൻ ഇറ, ഹിജറ ഇറ, മലയാളം ഇറ, ശക ഇറ. അതായത് ക്രിസ്തു വർഷം, ഹിജറ വർഷം, മലയാള വർഷം, ശകവർഷം. ശകവർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കലണ്ടറിൽ കൊല്ലവർഷം എന്നും കാണിക്കുന്നുണ്ടാവും അല്ലേ? വ്യത്യസ്ത കലണ്ടറുകൾ. ഈ കലണ്ടറുകളൊക്കെ നമ്മൾ ഓരോ ടൈം സൂചിപ്പിക്കാൻ കാണിക്കാൻ മനസ്സിലാക്കുക. നെക്സ്റ്റ്, സെഞ്ചുറീസ്. Do you know in which century you are living? ഇനി നമ്മളിപ്പോൾ ഏത് സെഞ്ചുറിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്? യെസ്, ഇൻ ദി 21st century. എങ്ങനെ നമുക്ക് ഈ സെഞ്ചുറി മനസ്സിലാക്കാം, ഏത് സെഞ്ചുറിയിലാണെന്നുള്ളത്?
ഡിഫൈൻ എ സെഞ്ച്വറി. എന്താണ് സെഞ്ച്വറി? എ സെഞ്ച്വറി ഡിനോട്ട്സ് 100 ഇയേഴ്സ്. എ സെഞ്ച്വറി ഡിനോട്ട്സ് 100 ഇയേഴ്സ്. 100 വർഷങ്ങളെ സൂചിപ്പിക്കുന്ന കാണിക്കുന്നതാണ് ഒരു സെഞ്ച്വറി. 100 വർഷങ്ങൾ കൂടി ചേർന്നാണ് ഒരു സെഞ്ച്വറി. നമ്മളിപ്പോൾ ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അതിലിങ്ങനെ പറയൂലേ, സച്ചിൻ ടെണ്ടുൽക്കർ എന്താണ് ഒരു സെഞ്ച്വറി അടിച്ചു, അതായത് 100 റൺസ് നേടിയാൽ അയാൾ ഒരു സെഞ്ച്വറി നേടി അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ആർക്കെങ്കിലും നിങ്ങളെ വീട്ടിലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു 100 വയസ്സ് തികഞ്ഞു എന്ന് വിചാരിച്ചോ, അപ്പോൾ ആ ആൾ ഒരു സെഞ്ച്വറി കടന്നു. അങ്ങനെയാണ്. നോക്ക് എക്സാമ്പിൾ നോക്ക്. AD 1 to AD 100 അത് ഒരു സെഞ്ച്വറി, ഫസ്റ്റ് സെഞ്ച്വറിയിലാണ്. AD അതായത് AD 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രൈസ്റ്റ് ബർത്ത് അല്ലേ, ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, അതാണ് AD 1 എന്ന് പറയുന്നത്. നമ്മൾ മുമ്പത്തെ പാട്ടിൽ ആ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ് AD 1 എന്ന് പറയുന്നത്. അതായത് അന്നോ ഡൊമിനി അല്ലേ, അത് നമ്മൾ പറഞ്ഞല്ലോ. അന്നോ ഡൊമിനി എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ദ ഇയർ ഓഫ് ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷമാണ് AD 1. അത് മുതൽ AD 100 വരെ ഫസ്റ്റ് സെഞ്ച്വറി. AD 101 to AD 200 വരെ സെക്കൻഡ് സെഞ്ച്വറി. AD 201 to AD 300 വരെ തേർഡ് സെഞ്ച്വറി. AD അങ്ങനെ പോന്നിട്ട് അങ്ങനെ ഒരുപാട് അതിൻ്റെ ഇതിങ്ങനെ സീരീസ് ഇങ്ങനെ പോന്നിട്ട് ലാസ്റ്റ് AD 901 to AD 1000 വരെ ഏത് സെഞ്ച്വറിയിലാണ്? 10th സെഞ്ച്വറി. നമുക്കിത് ഈ സെഞ്ച്വറി അറിയാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഈ 1000 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 നമ്പേഴ്സ് ഏതാ? 0 ആണ്. ആ 2 0 കൊണ്ട് കട്ട് ചെയ്താൽ 10 ആണ്. അപ്പോൾ 10th സെഞ്ച്വറി. അതേപോലെ AD 1001 to AD 1100 ഏത് സെഞ്ച്വറിയിലാണ്? ലാസ്റ്റത്തെ 2 0 കട്ട് ചെയ്യും. അപ്പോൾ 11th സെഞ്ച്വറി. അതേപോലെ ഇപ്പോൾ നമ്മൾ ഏത് സെഞ്ച്വറിയിലാണെന്ന് അറിയണ്ടേ? AD 1901 to AD 2000. അപ്പോൾ ഏത് സെഞ്ച്വറിയിലാണ്? 20,000. ലാസ്റ്റത്തെ 2 0 കട്ട് ചെയ്താൽ 20,000 ആയി. നൗ AD 2001 to AD 2100. ലാസ്റ്റത്തെ 2 0 കട്ട് ചെയ്താൽ 21. അപ്പം നമ്മളുള്ളത് ഏത് സെഞ്ച്വറിയിലാണ്? 21th സെഞ്ച്വറിയിലാണ്. ഇപ്പോൾ 2020 എന്നല്ലേ, അപ്പോൾ നമ്മളുടെ ഈ ഇയർ 2020 ആണ്. അപ്പോൾ 2020 എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ ഇപ്പോഴത്തെ നമ്മളുടെ സെഞ്ച്വറി അറിയാൻ വേണ്ടിയിട്ട് ഈ 2020 എന്നുള്ളത് എന്ത് ചെയ്യാം? അതിൽ ലാസ്റ്റത്തെ 2 നമ്പർ അങ്ങ് കട്ട് ചെയ്യാം. ബാക്കി 20 അല്ലുള്ളത് 20 + 1 ചെയ്യാം. അപ്പോൾ 21th സെഞ്ച്വറിയാണ് ഇപ്പോൾ നമ്മളുള്ളത് അല്ലേ. നമുക്ക് ഇനി താഴെ കുറേ സെഞ്ച്വറികൾ കണ്ടെത്താനുണ്ട് അല്ലേ. ഓരോ വർഷം തന്നിട്ടുണ്ട്. ആ വർഷത്തിൻ്റെ സെഞ്ച്വറിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഇപ്പോൾ നിങ്ങളോട് പറയണേ, ഇതവിടെ കേട്ടെ, നിങ്ങളോട് പറയണേ നിങ്ങൾ ജനിച്ച വർഷം ഏതാ? 2000 ഏത് വർഷത്തിലപ്പോൾ നിങ്ങളുടെ ജനനം വരിക? 2007 ആണെന്ന് വിചാരിച്ചോ. 2007 നിങ്ങളുടെ ബർത്ത് ഓഫ് ഇയർ 2007 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് സെഞ്ച്വറിയിലാണെന്ന് അറിയണം അല്ലേ. അതിനെന്ത് ചെയ്യണം? ലാസ്റ്റത്തെ 0യും 7യും കട്ട് ചെയ്യുക. ബാക്കി എന്താണുള്ളത്? 20 ആണുള്ളത്. 20 + 1 അപ്പോൾ ഏതാ? 21 സെഞ്ച്വറി. അതേപോലെ ഇവിടെ താഴെ നോക്ക്, ഇയർ തന്നിട്ടുണ്ട്, അതിൻ്റെ സെഞ്ച്വറി കണ്ടെത്താനാണ് പറയുന്നത്. AD 2014 അതിൻ്റെ സെഞ്ച്വറി നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആ 14 അങ്ങ് കട്ട് ചെയ്തിട്ട് 20ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്രയായി? 21 സെഞ്ച്വറി. നെക്സ്റ്റ് AD 1947. ഈ 1947 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ നടന്ന വർഷമാണ് അല്ലേ. ആ 1947 ഏത് സെഞ്ച്വറിയിലാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം?
47 അങ്ങ് കട്ട് ചെയ്തിട്ട് 90ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 20. അതേപോലെ താഴെയുള്ളതും AD 1857 കട്ട് ചെയ്തിട്ട് 18 + 1 അപ്പോൾ 19th century. നെക്സ്റ്റ് 261 BC, അതായത് ക്രിസ്റ്റിൻ്റെ ബർത്ത് ഓഫ് ക്രിസ്റ്റിൻ്റെ മുമ്പാണ്. ജീസസ് ക്രിസ്റ്റിൻ്റെ ജനനത്തിന് മുന്നേ ഉള്ള കാലഘട്ടം, അതാണ് BC എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഏത് സെഞ്ചുറിയിലാണ് നമ്മൾ അറിയണ്ടേ? അപ്പോൾ 61 കട്ട് ചെയ്യും, 2 + 1 അപ്പോൾ 3rd century. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 201 മുതൽ 300 വരെ 3rd centuryയിലാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇയർ ആണല്ലോ 261. നെക്സ്റ്റ് 326 BC. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു 300 മുതൽ AD 300 to AD 400 വരെ ഏത് സെഞ്ചുറിയിലാണ്? 4th century. അതായത് ലാസ്റ്റത്തെ 26 കട്ട് ചെയ്താൽ 3 + 1 4. ഓക്കെ. ഇൻ ഹിസ്റ്ററി ദ ക്വസ്റ്റ്യൻ വെൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോൾ, ചരിത്രത്തിൽ എപ്പോൾ, എങ്ങനെ, എന്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അല്ലേ? The chronological sense help us to find out the answer to this question. നമ്മൾ ഈ ചരിത്രത്തിൽ എന്ത് കാര്യം, ഹിസ്റ്ററി, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ടൈം അല്ലേ? നമ്മുടെ ഈ ടൈം ചോദിക്കുമ്പോൾ വെൻ, എപ്പോഴാണ് ആ സംഭവം നടന്നത്, എപ്പോഴാണ് ഇൻസിഡൻറ്റ്, ആ ചരിത്രം എപ്പോഴായിരുന്നു എന്നുള്ളതിന് ഒരു വളരെയധികം പ്രസക്തിയുണ്ട്. അതിന് ഈ ക്രോണോളജിക്കൽ സെൻസ് നമ്മൾ നന്നായിട്ട് സഹായിക്കും ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. അപ്പോൾ ആ ഒരു ഇയർ നോക്കിയാൽ മതി. അപ്പോൾ അത് ഏത് AD ആയിരുന്നോ BC ആയിരുന്നോ എന്ന് കണ്ടെത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെൻസ് ആർ ഇൻവൈറ്റബിൾ ഇൻ ദി റെക്കോർഡിംഗ് ആൻഡ് ലേണിംഗ് ഹിസ്റ്ററി. അപ്പോൾ ഈ ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച്, ക്രോണോളജിക്കൽ ഓർഡറും അതിൻ്റെ സെൻസും നമുക്ക് എന്തിനു സഹായിക്കുന്നു? ഇതിൻ്റെ റെക്കോർഡിങ്ങും ഇതിൻ്റെ ഹിസ്റ്ററിയുമായി പഠനത്തിനും അത് നമ്മെ സഹായിക്കുന്നു. ഓക്കെ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ ചെറിയ നോട്ട് ഞാൻ തരുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നോട്ട്സും തരാം. ഓക്കെ.